കോഴിക്കോട് അരിയിടത്ത് പാലത്ത് ഇന്നലെ ഉണ്ടായ ബസ് അപകടത്തിൽ പരിക്കേറ്റ ഒരാൾ മരിച്ചു. കൊമ്മേരി സ്വദേശി മുഹമ്മദ് സാനിഹാണ് മരിച്ചത്. സാനിഹ് സഞ്ചരിച്ച ബൈക്കിലിടിച്ചായിരുന്നു ബസ് മറിഞ്ഞത്. ദൃശ്യ വീണ്ടും ചേരുന്നു. ദൃശ്യ, ഇന്നലെ തന്നെ ഗുരുതരാവസ്ഥയിലായിരുന്നു ഷാനിഹ്. പരിക്കേറ്റ മറ്റുള്ളവരുടെ അവസ്ഥയും മറ്റു വിശദാംശങ്ങളും. ധന്യ, ഇന്നലെ സാനിയ സഞ്ചരിച്ച ബൈക്കിലിടിച്ചായിരുന്നു ബസ് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടുകയും ബസ് മറിയുകയും ചെയ്തത്. ഇതിൽ 56 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 43 ആളുകളെ കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും മറ്റുള്ള 13 ആളുകളെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചിരുന്നു. ഇതിൽ പലരും ചെറിയ പരിക്കുകളോടെ ഡിസ്ചാർജായി പോയി. ഈ സാനിഹിൻ്റെ നിലയായിരുന്നു ഗുരുതരമായി തുടർന്നിരുന്നത്. ഇയാൾക്ക് ആന്തരികാവയവങ്ങൾക്കും ഈ തലയ്ക്കുമടക്കം ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അടിയന്തരമായി ശസ്ത്രക്രിയകൾ കഴിഞ്ഞിരുന്നു. ഇതിനുശേഷം മറ്റ് CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾ വേണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് രാവിലെയോടെ സാനിഹ് മരണപ്പെടുന്നത്. സാനിഹ് മേത്തോട്ട് താഴം സ്വദേശിയാണ്. ഇയാൾ ഇന്ന് രാവിലെയാണ് മരണപ്പെടുന്നത്. ഇതിലുണ്ടായിരുന്ന നമുക്ക് അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ കണ്ടാൽ അറിയും, ദാരുണമായൊരു അപകടമായിരുന്നു സംഭവിച്ചത്. കാരണം ഈ ബൈക്ക് യാത്രികനെ ഇടിച്ചു. അതിനുശേഷം സഡൻ ബ്രേക്ക് ഇടുന്നതിനിടയിൽ അരയടത്ത് പാലം മേൽപ്പാലത്ത് വെച്ച് ബസ് മറിഞ്ഞു വീണു. 56 പേർക്ക് പരിക്കേറ്റു. വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഇതിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. സ്കൂള് വിടുന്നൊരു സമയമായിരുന്നു 4 മണിയോടെ. ആ സമയത്താണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. ബസ്സിൻ്റെ മുൻഭാഗമൊക്കെ ചില്ലൊക്കെ പാടെ തകർന്ന അവസ്ഥയിലായിരുന്നു. ബസ് ഡ്രൈവറുടെ സീറ്റ് മുൻപോട്ട് തെറിച്ച അവസ്ഥയിലായിരുന്നു. ഇതിലുണ്ടായിരുന്ന പലർക്കും കൈകൾക്കും കാലുകൾക്കും പൊട്ടലടക്കമുള്ള കാര്യങ്ങളുമായാണ് ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയത്. സാനിയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് രാവിലെയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ധന്യ.